അമ്മയ്ക്ക് പിന്നെ പ്രഷർ കൂടുക, ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാവുക, ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടാവുക, ഒക്കെ സാധാരണ ഈ അസുഖങ്ങൾ ഉള്ളതിനെക്കാട്ടിലും വളരെ അധികം കോംപ്ലിക്കേഷൻസ് ഉമ്മമാർക്ക് വരാവുന്ന, ഷുഗർ ഉണ്ട് എങ്കിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. പ്രഷർ ഉണ്ട് എങ്കിൽ എക്ലാംസിയ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപസ്മാരമൊക്കെ വന്നിട്ട് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉമ്മമാർ പോകുന്ന പല കണ്ടീഷൻസും ഉണ്ടായിട്ടുണ്ട്, നിലവിലുണ്ട്. അത് പിന്നെ ഇപ്പം ഹോസ്പിറ്റൽ കെയർ കൂടിയതുകൊണ്ട് നമ്മൾ അധികം കേൾക്കുന്നില്ല. പണ്ട് കാലത്ത് ഇത് വന്നിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മറ്റ് അസുഖങ്ങളുള്ള ഉമ്മമാർ പിന്നെ ഈ ഡെലിവറിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അതേപോലെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് ചിലപ്പം ഇപ്പം ഹാർട്ടിന് അസുഖമുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപക്ഷെ പിന്നെ നോർമൽ ഡെലിവറി പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് തലച്ചോറിൽ കുറച്ച് നീർക്കെട്ട് കൂടുതലായിട്ട് പിന്നെ തല കുറച്ച് വലുതാണ് എങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്തൂടെ നോർമൽ ഡെലിവറി പറ്റില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ എന്താ പറയുക ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉമ്മമാർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലോ ഈ കോംപ്ലിക്കേഷൻസിനെ വീണ്ടും അത് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ നമ്മളറിയാം വെള്ളം കുറഞ്ഞു പോയി, വെള്ളം കൂടിപ്പോയി എന്നൊക്കെ പറയുന്നത് പോളിഹൈഡ്രോമിയോസ്, ഒളിഗോഹൈഡ്രോമിയോസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനാണ്. അതൊക്കെ പിന്നെ അതിനൊക്കെ കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കഴുത്തിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ അംബിലിക്കൽ കോഡ് പൊക്കളുടെ ആ ഒരു സാധനം കുടുങ്ങിപ്പോകുന്നത്. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സ്കാനിങ്ങിലൂടെയും നമ്മൾ പരിശോധനയിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ പിന്നെ ഡെലിവറി ചെയ്യാൻ മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ ആൻറ്റിനാറ്റൽ വിസിറ്റും, അതായത് ഒരു പറഞ്ഞിട്ടുള്ള മിനിമം 4 തവണയെങ്കിലും ഒരു പ്രസവം നമ്മൾ തീരുമാനിക്കപ്പെട്ട് ഒരു സ്ത്രീ ഗർഭിണിയായിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓരോ വിസിറ്റിലും നമ്മൾ ഈ ഓരോ സാധനങ്ങൾ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതുണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.